എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. മറുനാടൻ പ്രേക്ഷകർക്ക് സ്വാഗതം. MS വേണുഗോപാലാണ് കൂടിയുള്ളത്. സർ നമസ്കാരം. തഹാവൂർ റാണയെക്കുറിച്ച് നമ്മൾ ഇന്നലെ സംസാരിച്ചു. ഇന്ത്യയുടെ ഏറ്റവും വലിയ നയതന്ത്ര വിജയം എന്ന രീതിയിൽ തന്നെയാണ് വ്യക്തിപരമായി ഞാനും പൊതുസമൂഹവും വിലയിരുത്തുന്നത്. മോദി ട്രെൻഡിങ് വാക്കായി ട്വിറ്ററിൽ ഉണ്ട്. നെറ്റിസൺസ് ഉൾപ്പെടെ എല്ലാവരും മോദിയുടെയും മോദി സർക്കാരിൻ്റെയും വിജയമായി കണക്കാക്കുന്നു. തഹാവൂർ റാണ ഇന്ത്യക്ക് തിരിച്ചു നൽകുന്ന സാഹചര്യം ഉണ്ടാവുന്ന തന്നെ മോദി അമേരിക്കയിൽ ചെന്ന് ട്രംപിനെ കാണുന്ന ഒരു സാഹചര്യമാണെന്നും അത് വർഷങ്ങളായുള്ള BJP സർക്കാരിൻ്റെ നയതന്ത്ര വിജയത്തിലെ വിജയമാണെന്നുമൊക്കെ, ബന്ധങ്ങളുടെ വിജയമാണെന്നും നമ്മൾ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതിനെ എതിർത്തുകൊണ്ട് ഈ ഇഷ്യൂ ഉണ്ടായത്, മുംബൈ ഭീകരാക്രമണം ഉണ്ടായ സമയത്ത് പ്രതിരോധ മന്ത്രിയായിരുന്ന ചിദംബരം ഒരു ട്വീറ്റ് പബ്ലിക് ഒപ്പീനിയൻ നടത്തുകയുണ്ടായി. ഇത് മോദി സർക്കാരിൻ്റെ വിജയമൊന്നുമല്ല, ഞങ്ങൾ 2009 തന്നെ വർഷം മുതൽ തന്നെ തൊട്ടടുത്ത ദിവസം മുതൽ തന്നെ ഈ തഹാവൂർ റാണയെ ഐഡൻറ്റിഫൈ ചെയ്ത ദിവസം മുതലിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ ഇദ്ദേഹത്തെ തിരിച്ചു കിട്ടാനുള്ള പണികൾ ഞങ്ങൾ ആരംഭിച്ചിരുന്നു. ഇത് തുടർന്നുള്ള വർഷങ്ങൾ നടത്തി. അപ്പോൾ അതിൻ്റെ കൂടെ വിജയമാണ്. അങ്ങനെ മോദിക്കൊരു സിംഗിൾ ടിക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല, ഇതിൽ ഞങ്ങളുടെ വിജയം കൂടിയാണെന്നാണ് പറയുന്നത്. ഇതിനോട് താങ്കൾ യോജിക്കുന്നുണ്ട്? ഇതാണ് നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ഒരു പ്രതിഭാസം. നമുക്ക് വിടക്കാക്കി തനിക്കാക്കുക എന്ന് പറയും. എൻ്റെ ക്രെഡിറ്റിൽ വന്നില്ലെങ്കിൽ എങ്ങനെയെങ്കിലും അതെൻ്റെ ക്രെഡിറ്റിലാക്കാനായിട്ട് എങ്ങനെയെങ്കിലും വിടക്കാക്കുക. അപ്പോൾ അത് വിടക്കാക്കി തനിക്കാക്കിയ പോലെയാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്ന ചിദംബരം ഒരിക്കൽ പോലും ഇത്തരം ഒരു ക്ലെയിം നടത്തിയിട്ടില്ല. അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്ലെയിം നേരത്തെ നടത്തണ്ടേ? ഞങ്ങൾ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്, അത് ഉടനെ തന്നെ വിട്ട് കിട്ടും എന്ന് പറയേണ്ടതാണ്. അദ്ദേഹം പറയുന്നത് ദശാബ്ദങ്ങളായി ഞങ്ങൾ ഈ പരിശ്രമത്തിലായിരുന്നു. ദശാബ്ദങ്ങളായി പരിശ്രമത്തിനുള്ള ചാൻസിലായിരുന്നു. കാരണം 2008 നവംബറിൽ നടന്ന സംഭവം, 2009 പിന്നെ പുതിയ ഇലക്ഷൻ വന്ന് പുതിയ മന്ത്രിസഭ വരികയാണിത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ റോൾ തന്നെ അവിടെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ പുതിയ മന്ത്രിസഭയും 5 വർഷം കഴിഞ്ഞു. അപ്പോൾ 6 വർഷമായിട്ടും ഇവർ അന്ന് മുതൽ ശ്രമിക്കായിരുന്നു പറയുകയാണെങ്കിൽ 6 വർഷമായിട്ടും ഇത് പുറത്ത് വന്നില്ലെന്നാണല്ലോ. പിന്നെ 6 വർഷം, ശരി, 6 വർഷവും പരിശ്രമിച്ചു. 6 വർഷം പരിശ്രമിച്ച് അതാണ് റെഡിയാക്കി വെച്ചിരുന്നു. അങ്ങനെയാണെങ്കിൽ 2014 മോദി ഗവൺമെൻറ് വന്നപ്പോൾ ആദ്യത്തെ ഭാഗത്തെങ്കിലും റാണയെ പുറത്ത് വിടണ്ടേ? അത് കഴിഞ്ഞിട്ട് 5 വർഷം കഴിഞ്ഞപ്പോഴെങ്കിലും 5 വർഷത്തിനകമെങ്കിലും പുറത്തുവിടണ്ടേ? അത് നടന്നില്ല. 2019 മോദി വന്നു, ആ ഭാഗത്തെങ്കിലും വരണ്ടേ? അത് നടന്നില്ല. പിന്നെ 24 വീണ്ടും ഇലക്ഷൻ വന്നു, അപ്പോഴും ഈ റാണയെ പുറത്തു വന്നില്ല. പിന്നെ അതിന് ശേഷം ട്രംപ് വന്നപ്പോഴാണ് റാണയെ പുറത്തു വിടുന്നതിനുള്ള ഒരു നടപടി ഉണ്ടായതെന്നാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ളത്. ഇത് തന്നെയാണ് പല വൃത്തങ്ങളിൽ നിന്നും കേൾക്കുന്നത്. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലാണെങ്കിൽ വളരെ നിശിതമായിട്ട് ഇതിനെ വിമർശിച്ചിരിക്കുകയാണ്, ചിദംബരത്തിൻ്റെ പ്രസ്താവന. അദ്ദേഹം പറഞ്ഞത് ഈ തീവ്രവാദികൾക്ക് ബിരിയാണി കൊടുത്തവരാണ് ഇപ്പം, ഈ തീവ്രവാദികൾ ഒരാൾക്ക് ബിരിയാണി കൊടുത്തവരാണ് ഇപ്പം അവകാശവാദവുമായി വന്നിരിക്കുന്നത് എന്നാണ്. അത് ആരാണെന്ന് അദ്ദേഹം വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല, ഏത് തീവ്രവാദിക്കാണെന്ന് പറഞ്ഞിട്ടില്ല, ആരാണെന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇൻഡയറക്റ്റായിട്ട് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റും കൂടെ പീയൂഷ് ഗോയൽ അടിച്ചിട്ടുണ്ട്. എനിക്ക് കഴിഞ്ഞ ഈ മന്ത്രിസഭയ്ക്ക് മുമ്പ് ഉള്ള നരേന്ദ്രമോദി മന്ത്രിസഭയിൽ അറ്റോർണി ജനറലായിരുന്ന മുകുൾ റോത്തി പറഞ്ഞിരിക്കുന്നത്, അദ്ദേഹം ഈ കേസുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ആളാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇത് ഈ ഗവൺമെൻറ്റിൻ്റെ ഒരു വിജയമാണ്, നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഒരു വലിയ വിജയമാണെന്നാണ്. അപ്പോൾ ഈ ഇതിൽ നിന്ന് നമ്മൾ എന്താണ് വായിച്ചെടുക്കേണ്ടത് എന്ന് ചോദിച്ചാൽ, നമ്മളെല്ലാ വിഷയങ്ങളിലും കാണുന്നത് പോലെ ഞാനാണ് കൊണ്ടുവന്നതെന്ന് പറയുക, പക്ഷേ അതിന് ഒരു കാലക്രമമെങ്കിലും വേണ്ടേ? ആ കാലക്രമം കഴിഞ്ഞിട്ടും ഇത് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. തീർച്ചയായിട്ടും വളരെ വ്യക്തമാണ്. ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്, അതായത് എന്ത് പറഞ്ഞാലും എതിർക്കുക, അങ്ങനെ പറഞ്ഞാൽ മാത്രമേ ഞങ്ങൾ പ്രതിപക്ഷമാവുകയുള്ളൂ എന്ന് പറയും. ഇപ്പോൾ മോദി ഒരു കഴിഞ്ഞ 3 ടേമായിട്ട് ഇന്ത്യ ഭരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു NDA സർക്കാർ വളരെ വിജയകരമായി പോകുന്നുണ്ട്. ജനങ്ങൾ തിരഞ്ഞെടുത്തത് ഇവരുടെ ഭരണ മികവ് കണ്ടതുകൊണ്ട് തന്നെയാണ്. മറ്റ് രാഷ്ട്രീയ സ്വാധീനങ്ങളുണ്ടായിരിക്കാമില്ലെന്ന് ഞാൻ പറയുന്നില്ല, എന്നാൽ പോലും അതൊരു ഭരണപരമായ മികവ് തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ നോക്കുന്ന സാഹചര്യത്തിൽ എന്ത് പറഞ്ഞാലും എതിർക്കണം എന്നുള്ളതൊരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയായി, അല്ലെങ്കിൽ അതൊരു രീതിയായി പ്രതിപക്ഷത്തിന് മാറുന്നുണ്ട്. നമുക്കറിയാം, കോൺഗ്രസ് ഒക്കെ അമ്പേ പരാജയപ്പെടുകയും ഇനി അവർക്കൊരു ഒറ്റക്കക്ഷിയായിട്ട് നിലനിൽക്കാൻ സാധിക്കില്ലെന്നിടത്താണ് ഇന്ത്യ മുന്നണി സഖ്യം പോലുള്ള വരുന്നത്. അവരും മുന്നണി സഖ്യമൊക്കെ ചേർന്നതിന് ശേഷം വീണ്ടും ചെയ്യുന്നത് നമ്മൾ എപ്പോഴും കാണുന്നത് പോലെ ഭരണപക്ഷത്തെ പൂർണ്ണമായ അർത്ഥത്തിൽ എതിർക്കുക, തള്ളിക്കളയുക, ചർച്ചകൾക്ക് നിൽക്കാതെ പോവുക. അപ്പം ഇത്രയും ഒരു ക്രിയാത്മകമായ, അല്ലെങ്കിൽ നമ്മളുടെ നയതന്ത്ര ബന്ധത്തിൽ വലിയൊരു മുന്നേറ്റം മോദി സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുമ്പോൾ കൊള്ളാം, നിങ്ങൾ ചെയ്ത് നന്നായിട്ടുണ്ട്, നമ്മളുടെ ഒരു എഫേർട്ടും കൂടി ഉണ്ടെന്ന് പറയുമ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് കുറച്ചുകൂടി മനോഹരമാവുകയാണ് ചെയ്യുന്നത്. അതിനുള്ളൊരു രാഷ്ട്രീയ സംസ്കാരം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഔന്നത്യം നമുക്ക് എന്തുകൊണ്ടില്ലാതാവുന്നു പ്രതിപക്ഷത്തിന്? അതിൽ ജനാധിപത്യത്തിൽ
പ്രതിപക്ഷം എന്ന് പറയുന്നത് കൂടി നമ്മുടെ ജനങ്ങൾക്ക് സേവനം ചെയ്യേണ്ട ഒരു വിഭാഗമാണെന്നുള്ള തോന്നൽ ജനാധിപത്യത്തിൽ നമുക്കിന്നും വന്നിട്ടില്ല. അത് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഒരു പരാജയമാണ്. ബ്രിട്ടനിൽ തന്നെ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഈ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി കീർ സ്റ്റാമർ അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ നമ്മുടെ ഇന്ത്യൻ വംശജനായിരുന്ന ഋഷി സുനകായിരുന്നു മുൻപത്തെ പ്രധാനമന്ത്രി. അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയിലെ രാഷ്ട്രീയക്കാർ കേട്ടു പഠിക്കേണ്ട ഒരു കാര്യമാണ്. എൻ്റെ മുൻഗാമിയായിരുന്ന ഋഷി സുനക് നമ്മുടെ സാമ്പത്തിക പ്രശ്നങ്ങളടക്കം വളരെയധികം കാര്യങ്ങളിൽ പരിശ്രമിക്കുകയുണ്ടായി, കുറേയൊക്കെ നേട്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അത് പൂർണ്ണമായിട്ടില്ല. ആ പൂർണ്ണമാകാത്ത നേട്ടങ്ങളെ കൂടി പൂർണ്ണമാക്കിയെടുക്കുന്നതിനും കൂടെയാണ് എൻ്റെ ശ്രമം, എൻ്റെ സർക്കാരിൻ്റെ ശ്രമം. അതൊക്കെയായിരിക്കും ഞാൻ ഐ താങ്ക് ഫോർ ഹിം എന്നൂടെ പറഞ്ഞിട്ടാണ് ആ അത്തരത്തിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് ഋഷി സുനക് എന്ന മുൻ പ്രധാനമന്ത്രി നടത്തിയ എഫേർട്ടിന് താങ്ക്സും കൂടെ പറഞ്ഞുകൊണ്ടാണ് കീർ സ്റ്റാമർ തൻ്റെ സത്യപ്രതിജ്ഞ ആരംഭിച്ചതെന്നുള്ളതാണ്. ഇതാണ് ജനാധിപത്യത്തിൻ്റെ ഏറ്റവും സുന്ദരമായ നിമിഷം. അതായത് ഇതൊരു കണ്ടിന്യൂറ്റിയാണെന്നും ഇത് ഭരണപക്ഷം എന്ന് പറയുന്നത് പ്രതിപക്ഷത്തിൻ്റെ ശത്രുവല്ലെന്നും ഇത് പാകിസ്ഥാനിൽ നിന്ന് വന്നതല്ലെന്നും തിരിച്ച് പ്രതിപക്ഷവും അങ്ങനെ അല്ലെന്നും മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഒരു കടമയാണ്. നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഭംഗി എന്ന് പറയുന്നത് പ്രതിപക്ഷവും ഭരണപക്ഷവും സഹകരിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് ഉണ്ടാകേണ്ടത്. പക്ഷെ അത് പലപ്പോഴും ഉണ്ടാകുന്നില്ല. ഇലക്ഷനിൽ ജയിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ എല്ലാവരുടെയും കൂടെ സർക്കാരാവുകയാണല്ലോ. എല്ലാവരുടെയും കൂടെ സർക്കാരാകുന്നു എന്ന് മാത്രമല്ല, നമ്മൾ എന്തിനാണ് പ്രതിപക്ഷ നേതാവിന് ക്യാബിനറ്റ് പദവി കൊടുക്കുന്നത്? ഹീ ഈസ് ഓൾസോ എ മിനിസ്റ്റർ എന്നുള്ളതാണ്. കാരണം രണ്ട് വിഭാഗങ്ങളായി നമ്മൾ മത്സരിച്ചു. ഒരു വലിയ വിഭാഗം ജനങ്ങൾ അപ്പുറത്തും അതിനേക്കാൾ കുറച്ചുകൂടെ കൂടുതൽ വിഭാഗം ജനങ്ങൾ ഇപ്പുറത്തും വന്നുകൊണ്ടാണ് ഒരാൾ പ്രൈം മിനിസ്റ്റർ ആയത്, മറ്റേ ആൾ പ്രതിപക്ഷ നേതാവാകുന്നു. അപ്പോൾ അവർ രണ്ടുപേരും മിനിസ്റ്റേഴ്സിൻ്റെ പദവിയിലാണ് നമ്മൾ ഇപ്പോൾ അംഗീകരിക്കുന്നത്. ഇത് റൂളിംഗ് മിനിസ്റ്റർ, മറ്റേത് ഈ റൂളിംഗിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിച്ച് ഇത് കറക്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ മോർ പവർഫുൾ. കാരണം പിന്നെ കറക്ഷനാണ്. അവർക്ക് ഭരണത്തിൻ്റെ കാര്യമില്ല. നിങ്ങൾ ഈ ചെയ്തത് തെറ്റാണ്, അത് നമുക്ക് ഇന്ന രീതിയിൽ കറക്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പോകേണ്ട അവസ്ഥയാണ് അവിടെ ഉണ്ടാകേണ്ടത്. അതിന് പകരം പലപ്പോഴും വിമർശനാത്മകമായിട്ട് പോകുമ്പോൾ ഭരണപക്ഷവും അത്തരം നിലപാടുകൾ തന്നെ കൈക്കൊള്ളും. കാരണം നിങ്ങൾ പറയുന്നതൊന്നും ഞങ്ങൾ ചെവിക്കൊള്ളില്ല എന്നൊരു നിലപാടെടുക്കും. അപ്പോൾ അവിടെ കോൺഫ്രണ്ടേഷന് ചാൻസ് കൂടുകയാണ്. അത് എനിക്ക് തോന്നുന്നത് അടൽ ബിഹാരി വാജ്പേയി മാത്രമാണ് പ്രതിപക്ഷത്തെ ഉൾക്കൊള്ളാൻ ശ്രമിച്ച ഒരു പ്രധാനമന്ത്രി എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇന്ത്യയിൽ അദ്ദേഹത്തിന് ആ ഒരു വലിയ മനസ്സുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പീരീഡിൽ പ്രതിപക്ഷം പോലും വളരെ ഹാപ്പിയായിരുന്നു. ആ ഒരു പോളിസി പിന്നെ അതിന് മുമ്പുള്ളവരും പിമ്പുള്ളവരും പ്രതിപക്ഷവും ഒന്നും തുറന്നിട്ടില്ല എന്നുള്ളതാണ് പ്രത്യേകമായിട്ട് നമ്മൾ കാണേണ്ടത്. മൻമോഹൻ സിംഗിനും ആ ഒരു ഗുണമുണ്ടായിരുന്നു. അദ്ദേഹം പ്രതിപക്ഷത്തിരുന്നപ്പോൾ ഭരണകക്ഷിയെ പലപ്പോഴും സഹായിക്കുന്ന സമീപനവും ആവശ്യമില്ലാതെ വിമർശിക്കാത്ത ഒരു സമീപനവുമാണ് മൻമോഹൻ സിംഗ് എന്നുള്ള ആ സ്റ്റേറ്റ്സ്മാന് കാണിച്ചിട്ടുള്ളത്. രണ്ടുപേരുടെ ഉദാഹരണങ്ങൾ നമുക്ക് എടുത്ത് പറയാവുന്നതാണ്. വാജ്പേയിയുടെ ഉദാഹരണവും മൻമോഹൻ സിംഗിൻ്റെ ഉദാഹരണവും. ഇത് രണ്ടുപേരുടെയും പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് യഥാർത്ഥ ജനാധിപത്യം എന്ന് പറയുന്നത് കേരളത്തിൽ ഇത് തന്നെയാണ് നടക്കുന്നത്. ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ ശത്രുതയിൽ പോകുന്ന ഒരവസ്ഥയല്ല വേണ്ടത്, പരസ്പരം സഹകരിച്ച് പോകുന്ന അവസ്ഥയാണ് വേണ്ടത്. പക്ഷേ പ്രതിപക്ഷം പറയുന്നത് പലതും കേൾക്കാൻ ഭരണപക്ഷം തയ്യാറായാലേ ആ ഒരു ശത്രുത ഇല്ലാതെ പോകാനുള്ള മഹാമനസ്കത ഉണ്ടാവുള്ളൂ. ജനാധിപത്യത്തിൻ്റെ ഭംഗി എന്ന് പറയുന്നത് ഭരണപക്ഷവും പ്രതിപക്ഷവും ഒന്നിക്കുന്നതാണ്. എക്സെപ്റ്റ് നമ്മുടെ അടിസ്ഥാനപരമായ ചില പ്രശ്നങ്ങളുണ്ടല്ലോ, പ്രതിപക്ഷത്തിന് ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത അവരുടെ പോളിസി വിഷയങ്ങളുണ്ട്. അതിൽ മാത്രം അത് വിഷയാധിഷ്ഠിതമായി എതിർക്കുകയും നമ്മുടെ പാർലമെൻ്ററി സിസ്റ്റത്തിൽ നടക്കുന്ന ആ ഒരു പ്രൊസീജിയറിനെ തടസ്സപ്പെടുത്താതെ കൊണ്ടുപോവുക. നമ്മൾ കോടിക്കണക്കിന് രൂപയാണ് ഓരോ മിനിറ്റിലും നമ്മളൊരു പാർലമെൻറ്റ് സമ്മേളനം നടത്താൻ വേണ്ടി ചിലവഴിക്കുന്നത്. അവിടെ പച്ച രാഷ്ട്രീയം പറയുക, ബില്ലിനെ കുറിച്ച് സംസാരിക്കാതിരിക്കുക, ആ ബില്ലിൻ്റെ കണ്ടന്റിനെ കുറിച്ച് സംസാരിക്കാതിരിക്കുക, അതിൻ്റെ വിവിധ വശങ്ങൾ പറയാതെ പക്ക രാഷ്ട്രീയം, അത് തെരുവിൽ മൈക്ക് വെച്ച് നമ്മളിങ്ങനെ രാഷ്ട്രീയം പറയുമ്പോൾ അതുപോലെ പാർലമെൻറ്റിനകത്ത് പറയുക, അതുപോലെ നിയമസഭയ്ക്കകത്ത് പറയുക. ഇതൊക്കെ അവസാനിപ്പിക്കേണ്ട സമയമായി. എനിക്ക് തോന്നുന്നത് സ്പീക്കർമാരുടെയൊക്കെ ഒരു സ്ട്രിക്റ്റ് നിർദ്ദേശം പൊതു സമൂഹത്തിൽ നിന്നോ അല്ലെങ്കിൽ കോടതിയിൽ നിന്നോ വരേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം രാഷ്ട്രീയം പറയാനായിട്ട് വേണമെങ്കിൽ 1 മണിക്കൂർ വെച്ചോ, എല്ലാ ദിവസവും 1 മണിക്കൂർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രാഷ്ട്രീയം പറയാം. ബാക്കി വരുന്ന 7-8 മണിക്കൂർ രാഷ്ട്രീയമായി വേണ്ടി പോരുത്. ആ ബില്ലിനെ കുറിച്ച് മാത്രമേ സംസാരിക്കാവൂ, അല്ലെങ്കിൽ അവിടെ വരുന്ന വിഷയത്തെക്കുറിച്ച് മാത്രമേ സംസാരിക്കാവൂ, രാഷ്ട്രത്തെക്കുറിച്ച് മാത്രമേ സംസാരിക്കാവൂ. പെറ്റി പൊളിറ്റിക്സ് സംസാരിക്കരുത് എന്നൊരു നിർദ്ദേശം, ആ റൂളിങ്ങോ അല്ലെങ്കിൽ അത്തരം ഒരു മോഡൽ കോഡ് ഓഫ് കോണ്ടാക്റ്റോ എന്തെങ്കിലും ഉണ്ടാക്കേണ്ടത് അനിവാര്യമാണ്.
തീർച്ചയായിട്ടും. ഈ റാണയുടെ കേസിലും നമുക്കതാണ് പറയാനുള്ളത്. നമ്മുടെ രാഷ്ട്രത്തിന് ഏറ്റവും നാണക്കേടുണ്ടാക്കിയ ഒരു വ്യക്തിയെ നമ്മൾ നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന് വിചാരണ ചെയ്യാനെടുക്കുമ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് ആർക്കെന്നുള്ളതിനേക്കാൾ അത് ഭംഗിയായി ഇന്ത്യയുടെ നേട്ടമായിട്ട് അംഗീകരിക്കാൻ അത് കൊണ്ടുവന്ന പ്രധാനമന്ത്രിയുടെ നേട്ടവും കൂടെ ആയിട്ട് പറയുമ്പോൾ പ്രധാനമന്ത്രി തീർച്ചയായിട്ടും അങ്ങനെ വരുമ്പോൾ പ്രധാനമന്ത്രിക്കും തോന്നും അതിൻ്റെ മുമ്പ് നടത്തിയവരുടെ എഫേർട്ടും കൂടെ അതിനകത്തുണ്ട് എന്ന് പറയാനായിട്ട്. ആ രീതിയിലേക്ക് നമ്മൾ മാറുമ്പോഴാണ് അതിൻ്റെ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം നിലനിൽക്കുന്നത്. തീർച്ചയായിട്ടും ഇന്ത്യ ഇത് അർഹിക്കുന്നു എന്നാണ് തഹാവൂർ റാണ പറഞ്ഞു വെച്ചത് മുംബൈ ആക്രമണത്തിന് ശേഷം. മുംബൈ ആക്രമിക്കാൻ പോകുന്ന ഇന്ത്യയിലെ ആളുകളെ കൊല്ലാൻ പോകുന്ന ആളുകൾക്ക് അവർ തിരിച്ചു വരുമ്പോൾ പാകിസ്ഥാനിലെ പരമോന്നത ജവാന്മാർ കൊടുക്കുന്ന പരമോന്നത ബഹുമതി കൊടുക്കുമെന്നും റാണ പറഞ്ഞിരുന്നു. അങ്ങനെ ഒരാൾ ആണ് ഇപ്പോൾ ഇന്ത്യയുടെ നയതന്ത്ര ബന്ധത്തിൻ്റെ ഭാഗമായി അമേരിക്കയിൽ കഴിഞ്ഞിരുന്ന ഒരാളെ ഇന്ത്യ തിരികെ കൊണ്ടുവന്നിരിക്കുന്നത്. അത് ഇന്ത്യയുടെ നേട്ടം എന്ന രീതിയിലാണ് കാണേണ്ടത്. അത് നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രിയുടെ നേട്ടം കൂടിയാവുന്ന ഇടത്താണ്. കാര്യം നമ്മളതാണ് ഒബ്സർവ് ചെയ്യുന്നത്. അദ്ദേഹം മറ്റു രാഷ്ട്രങ്ങളോടും മറ്റു ലോക നേതാക്കന്മാരോടും കാണിക്കുന്ന നയതന്ത്ര ബന്ധം, വ്യക്തിപരമായ സൗഹൃദങ്ങളൊക്കെ നമ്മൾ നിരന്തരം കാണുകയും കേൾക്കുകയും ചെയ്യുന്നിടത്താണ് അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ, അതിൻ്റെ ഒരു നേട്ടം എന്ന രീതിയിൽ തന്നെയാണ് റാണ ഇന്ത്യയിലേക്ക് എത്തുന്നത്. അവിടെയും കടിപിടി കൂടാൻ നിൽക്കരുത് പ്രതിപക്ഷം. ഏറ്റവും കുറഞ്ഞ പക്ഷം നമുക്ക് നല്ലൊരു നയതന്ത്ര ബന്ധം ഉണ്ടായെന്ന് പറയാനുള്ള ഒരു ഔന്നത്യം, ഒരു രാഷ്ട്രീയ ഔന്നത്യമെങ്കിലും ഉണ്ടാവേണ്ടതുണ്ട്. ഏതായാലും ഒരുപാട് നന്ദി സാർ. താങ്ക് യു.